സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ഉടമസ്ഥതയിലുള്ള നാട്ടകം ഇന്ത്യ പ്രസ് പുരയിടത്തിൽ സഹകരണ വകുപ്പ് നിർമ്മിച്ച അക്ഷരം മ്യൂസിയത്തിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം നവംബർ 26-ന് ഉച്ചയ്ക്ക് 3 മണിക്ക് നാട്ടകം ഇന്ത്യ പ്രസ് പുരയിടത്തിൽ വെച്ച് നടക്കും. മന്ത്രി വി.എൻ. വാസവന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്ഷരം മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മ്യൂസിയം ഉദ്ഘാടനത്തോടൊപ്പം ലെറ്റർ ടൂറിസം സർക്യൂട്ട് പദ്ധതിയുടെ പ്രഖ്യാപനവും നിർവഹിക്കും. യോഗത്തിൽ വെച്ച് സഹകരണ വകുപ്പും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘവും സംയുക്തമായി ഏർപ്പെടുത്തിയ 5ാമത് അക്ഷര പുരസ്കാരം എം. മുകുന്ദന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമർപ്പിക്കും. യോഗത്തിൽ ഡോക്ടർ വീണ എൻ. മാധവൻ IAS സ്വാഗതവും അഡ്വക്കേറ്റ് P.K. ഹരികുമാർ ആമുഖ പ്രഭാഷണവും ഡോക്ടർ D. സജിത്ത് ബാബു IAS സഹകരണ സംഘം രജിസ്ട്രാർ റിപ്പോർട്ട് അവതരിപ്പിക്കും. ഭാഷയ്ക്കും സാഹിത്യത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് പൂർത്തീകരിച്ചിരിക്കുന്ന ഈ മ്യൂസിയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മലയാളത്തിന്റെ സാഹിത്യ പ്രതിഭകളായ T. പത്മനാഭൻ, M.K. സാനു, M. മുകുന്ദൻ, N.S. മാധവൻ, പ്രൊഫസർ V. മധുസൂദനൻ നായർ, ഏഴാച്ചേരി രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൂടാതെ ചരിത്രകാരനായ ഡോക്ടർ M.R. രാഘവ വാര്യർ, തോമസ് ജേക്കബ്, മുരുകൻ കാട്ടാക്കട, ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സ്, ഡൽഹി റോക്ക് ആർട്ട് ഡിവിഷൻ മേധാവി ഡോക്ടർ റിച്ച നെഗി, നാഷണൽ മ്യൂസിയം അസിസ്റ്റന്റ് ക്യൂറേറ്റർ മൗമിത ദർ തുടങ്ങിയവരും പങ്കെടുക്കും. ഉദ്ഘാടന സമ്മേളനത്തിന്റെ വിശിഷ്ടാതിഥികളായി ഡോക്ടർ M. ജയരാജ്, ജോസ് കെ മാണി MP, അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ജസ്റ്റിസ് K.T. തോമസ്, മിനി ആന്റണി IAS, കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K.V. ബിന്ദു, കോട്ടയം ജില്ലാ കളക്ടർ ജോൺ സാമുവൽ IAS, മലയാള മനോരമ ചീഫ് എഡിറ്റർ മാമൻ മാത്യു, ദീപിക ചീഫ് എഡിറ്റർ ഫാദർ ജോർജ് കുടിലിൽ, P.K. ജയചന്ദ്രൻ, കോട്ടയം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ തുടങ്ങിയവരും പങ്കെടുക്കും. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പബ്ലിക്കേഷൻ ചെയർമാൻ P.V.K. പനയാൽ കൃതജ്ഞത രേഖപ്പെടുത്തും. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമാണ് കോട്ടയം നാട്ടകത്ത് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. അന്തർദേശീയ നിലവാരത്തിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ച് 15,000 ചതുരശ്രടിയിലാണ് മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന തിയേറ്റർ, ഹോളോഗ്രാം സംവിധാനവും മ്യൂസിയത്തിലുണ്ട്. 4 ഘട്ടങ്ങളിലായി പൂർത്തിയാക്കുന്ന അക്ഷരം മ്യൂസിയത്തിന്റെ ആദ്യഘട്ടത്തിൽ ഭാഷയുടെ ഉൽപ്പത്തി മുതൽ മലയാള ഭാഷയുടെ സമകാലിക മുഖം വരെ അടയാളപ്പെടുത്തുന്ന വിവിധ ഗാലറികളാണ്. 4 ഗാലറികളിലായാണ് 1ാം ഘട്ട ഉള്ളടക്കം പ്രദർശിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യഭാഷയുടെ ഉദ്ഭവവുമായി ബന്ധപ്പെട്ട വീഡിയോ പ്രൊജക്ഷൻ, വാമൊഴി പാരമ്പര്യം, ഗുഹാചിത്രങ്ങൾ, ചിത്രലിഖിതങ്ങൾ എന്നിവയുടെ വിശദാംശങ്ങളാണ് 1ാം ഗാലറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ലിപികളുടെ പരിണാമ ചരിത്രത്തെ അടയാളപ്പെടുത്തുന്നതാണ് മ്യൂസിയത്തിന്റെ 2ാം ഗാലറി. അച്ചടി സാങ്കേതിക വിദ്യയെക്കുറിച്ചും മലയാളം അച്ചടിയുടെ ചരിത്രത്തെക്കുറിച്ചും പ്രധാന പുസ്തകങ്ങളെക്കുറിച്ചും അറിവ് നൽകുന്നതാണ് മ്യൂസിയത്തിന്റെ 3ാം ഗാലറി. കൂടാതെ കേരളത്തിലെ സാക്ഷരതാ പ്രവർത്തനങ്ങളെക്കുറിച്ചും ദ്രാവിഡ ഭാഷകളെക്കുറിച്ചും കേരളത്തിലെ 36 ഗോത്രഭാഷകളുടെ വീഡിയോ, ഓഡിയോ ഉള്ളടക്കവും മ്യൂസിയത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് മ്യൂസിയത്തിന്റെ 4ാം ഗാലറി. മ്യൂസിയത്തിന്റെ 1ാം നിലയിൽ ലോകത്തിലെ 6000-ഓളം ഭാഷകളെക്കുറിച്ച് വിവരം നൽകുന്ന ലോക ഭാഷാ ഗാലറിയും സജ്ജീകരിച്ചിരിക്കുന്നു. കൂടാതെ ഇന്ത്യൻ ലിപികളുടെ പരിണാമ ചരിത്രം കാലഘട്ടം തിരിച്ച് അടയാളപ്പെടുത്തുന്ന അക്ഷരമാല ചാർട്ടുകളും പ്രദർശിപ്പിക്കുന്നു. കോട്ടയത്തെ പ്രധാന സാംസ്കാരിക ചരിത്ര പൈതൃക കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ലെറ്റർ ടൂറിസം സർക്യൂട്ടും അക്ഷരം മ്യൂസിയത്തിന്റെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അക്ഷരം മ്യൂസിയത്തിന്റെ ഭാഗമായി കോട്ടയത്തെ ചില പ്രധാന സാംസ്കാരിക ചരിത്ര പൈതൃക കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അക്ഷരം ടൂറിസം സർക്യൂട്ട് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അക്ഷര നഗരിയായ കോട്ടയത്തിന്റെ അക്ഷരം ഭാഷാ ചരിത്രത്തെ നേരിട്ട് മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി അക്കാദമിക് താൽപര്യങ്ങൾക്ക് ഊർജം പകരുന്നതായിരിക്കും. അക്ഷരത്തിനും സാഹിത്യത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് അക്ഷരം ടൂറിസം യാത്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ കോളേജായ CMS കോളേജ്, കേരളത്തിൽ മലയാളം അച്ചടി ആരംഭിച്ച കോട്ടയം CMS പ്രസ്, ആദ്യകാല പത്രസ്ഥാപനമായ ദീപിക ദിനപത്രം, പഹ്ലവി ഭാഷയിലുള്ള ലിഖിതം കൊത്തിവച്ച പഹ്ലവി കുരിശുള്ള കോട്ടയം വലിയ പള്ളി, താളിയോലകളും ഗ്രന്ഥങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന കുമാരനെല്ലൂർ ദേവീക്ഷേത്രം, ചരിത്ര സാംസ്കാരിക പ്രാധാന്യം വിളിച്ചോതുന്ന വിവിധ രേഖകൾ സൂക്ഷിച്ചിരിക്കുന്ന ദേവലോകം അരമന, മനോഹരമായ മ്യൂറൽ പെയിന്റിങ്ങുകളുള്ള ചെറിയ പള്ളി, തിരുനക്കര ക്ഷേത്രം, കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കുന്ന പനച്ചിക്കാട് ദേവീക്ഷേത്രം, കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരകം, താഴത്തങ്ങാടി ജുമാ മസ്ജിദ്, കേരളത്തിലെ ആദ്യകാല പ്രസ്സുകളിലൊന്നായ മാന്നാനം സെന്റ് ജോസഫ് പ്രസ് എന്നിവയാണ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം കോട്ടയത്ത് ഈ 26-ാം തീയതി ഉദ്ഘാടനം ചെയ്യുക.
സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ സ്ഥലത്ത് കേരള സംസ്ഥാന സഹകരണ വകുപ്പാണ് ഈ മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 15,000 ചതുരശ്ര അടിയിൽ 15 കോടി രൂപ മുടക്കി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിരിക്കുന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആയിരുന്നു ഇതിന് നിർമ്മാണം ഏറ്റെടുത്തിരുന്നത്. സമയബന്ധിതമായി അവരിത് പൂർത്തീകരിച്ചു. ഇത് 1-ാം ഘട്ടമാണിപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത 1, 2, 3 ഘട്ടങ്ങൾ പിന്നീട് വീണ്ടും വരും. 1-ാം ഘട്ടത്തിൽ നമ്മൾ പ്രധാനമായും ഇതിനുള്ളിൽ തിയേറ്റർ, ഹോളോഗ്രാം എന്നിവ സംവിധാനം ചെയ്തിട്ടുണ്ട്. 4 കാര്യങ്ങളാണ് പ്രധാനമായും ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ സംവിധാനം ചെയ്തിരിക്കുന്നത്. 1, ഭാഷയുടെ ഉൽപ്പത്തി. ആംഗ്യഭാഷ, വാമൊഴി, വരമൊഴി, ഗുഹാചിത്രങ്ങൾ, ചിത്രലിപികൾ, ഇങ്ങനെ ലിപികളുടെ പരിണാമം വാക്കുകളിലേക്കും ഭാഷയിലേക്കും എത്തി അതിൻ്റെ വികാസമാണ് 1-ാം ഗാലറിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. 2-ാം ഗാലറിയിൽ ഇന്ത്യൻ ലിപികളുടെ ഭാഷയുടെ വികാസ പരിണാമത്തെ സംബന്ധിച്ചാണ് 2-ാം ഗാലറിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. അത് കൃത്യമായി കിട്ടാവുന്നിടത്തോളം ഗുഹാചിത്രങ്ങളും അതോടൊപ്പം തന്നെ ലിപികളും എല്ലാം സമാഹരിച്ചുകൊണ്ടാണ് അത് കൃത്യമായി സംവിധാനം ചെയ്തിട്ടുള്ളത്. ഐഫോറിയ ന്യൂസ്, ഏറ്റുമാനൂർ.